ലേഡീസ് അവറിൻ്റെ ഫെങ്ഷുയി സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഫെങ്ഷുയിയെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഡോക്ടർ ഷാജി കെ നായരുമായിട്ട് ചോദിക്കാം നമുക്ക്. ഇന്ന് ദിക്കുകളെക്കുറിച്ച് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഏത് ദിക്കാണ്? ഫെങ്ഷുയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ദിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിന്ന് ഏതെങ്കിലും ഒരു ദിക്കിനെ കുറിച്ച്, അതായത് വടക്ക് കിഴക്ക് ഭാഗത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നോക്കാം. കാരണം വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ വാസ്തു അനുസരിച്ചും വളരെ പ്രധാനമായിട്ടുള്ളൊരു ദിക്കാണ് വടക്ക് കിഴക്ക്. ഫെങ്ഷുയി അനുസരിച്ച് വടക്ക് കിഴക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ദിക്കാണ്. അപ്പോൾ വടക്ക് ഇന്ത്യൻ വാസ്തു അനുസരിച്ചാണ് എങ്കിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒരു വീടിൻ്റെ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും സ്പേസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം സ്വാഭാവികമായിട്ട് നല്ല സ്പേസ് ഉണ്ടാകുന്ന സ്ഥലമായിരിക്കും. ഇന്ത്യൻ വാസ്തു അനുസരിച്ച് ആ ഭാഗത്തായിരിക്കും കിണർ വരുന്നത്. അവിടെ മീൻ രാശിയാണ് വരുന്നത്. ഇവിടെ കിണറുണ്ടാക്കുവാൻ ഏറ്റവും നല്ലതാണ്. ടോയ്ലറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ടാങ്കൊന്നും ആ ഭാഗത്ത് വരാൻ പാടില്ല. അതും ഭൂമിക്ക് മുകളിലോട്ടുള്ള ജലസംഭരണിയൊന്നും ആ ഭാഗത്ത് വയ്ക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നോക്കുന്നുണ്ട്. കാരണം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സ്പേസ്. പിന്നെ വീട് വയ്ക്കുമ്പോൾ വീട്ടിലെ പൂജാമുറിയൊക്കെ സെറ്റ് ചെയ്യേണ്ടത് ഈ പറയുന്ന വടക്ക് കിഴക്ക് ഭാഗത്താണ്. ഏറ്റവും നല്ലത് വടക്ക് കിഴക്ക് ഭാഗത്താണ് പൂജാമുറി സെറ്റ് ചെയ്യേണ്ടതും. ഇതെല്ലാം നമ്മൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതിന് ഉപരിയായിട്ട് അവിടെ കിച്ചൺ, അടുക്കള നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പല വീടുകളിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് അടുക്കള കാണാറുണ്ട്. പക്ഷേ അങ്ങനെ അടുക്കള വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. നോൺ വെജൊന്നും അവിടെ വെച്ച് പാചകം ചെയ്യാൻ പാടില്ല എന്ന് പണ്ടുള്ള ആചാര്യന്മാർ പറയാറുണ്ട്. അതുകൊണ്ട് അവിടെ അടുക്കള വരുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട്. കാരണം ഈശാനൻ എന്ന് പറയുന്നത് ശിവൻ്റെ സ്ഥലമാണ് എന്നാണ് പറയാറ്. അപ്പം വടക്ക് കിഴക്ക് ഭാഗം ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു സ്ഥലത്തിന് പുറമേ ഫെങ്ഷുയി പ്രകാരം ഭൂമിയാണ് ആ ഭാഗത്തിൻ്റെ ധാതു. അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഈ വടക്ക് കിഴക്ക് ഭാഗം. എപ്പോഴും നമ്മുടെ വീട്ടിൽ കുട്ടികളുടെ സ്റ്റഡി റൂമൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഏതെങ്കിലും റൂം ഉണ്ടെങ്കിൽ ആ റൂമിനകത്ത് സ്റ്റഡി റൂം സെറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കാം. ഒരുപക്ഷെ അങ്ങനെയുള്ള റൂം നമുക്കവിടെ എടുക്കാൻ പറ്റിയില്ല എങ്കിൽ അവരിരുന്ന് പഠിക്കുന്ന റൂമിൻ്റെ വടക്ക് കിഴക്ക് കോർണർ നമുക്കെടുക്കാൻ പറ്റും. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ടേബിൾ ഇട്ടുകൊണ്ട് ഒന്നുകിൽ വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ നോക്കിയിരുന്ന് കുട്ടികൾ പഠിക്കുമ്പോൾ അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഈ വടക്ക് കിഴക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ജലസംഭരണികൾ, ഇതിൻ്റെ ടോപ്പിലോട്ട് വയ്ക്കുന്ന ജലസംഭരണി പാടില്ല. ഭൂമിക്കടിയിലുള്ള ജലസംഭരണികൾ നമുക്ക് ഇത് മുഖേന ഫെങ്ഷുയി മുഖേനയും അവിടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ക്രിസ്റ്റൽസ്, ഗ്ലോബുകളൊക്കെ നമുക്ക് ബേസിക് ഫെങ്ഷുയിൽ കിട്ടുന്ന ഐറ്റങ്ങളും പഗോഡ ടവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റഡി, കുട്ടികളുടെ പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് അതുപോലെ പല വീടുകളിലും എന്താ പറയുക, ഇപ്പോഴത്തെ ഈ സൗകര്യം അനുസരിച്ച് വാസ്തു നോക്കിയൊന്നും അല്ല ആൾക്കാർ വീട് വയ്ക്കുന്നത്. 2.5 സെൻറ്റ് സ്ഥലവും 3 സെൻറ്റ് സ്ഥലത്തൊക്കെ ആൾക്കാർ വീട് വെച്ചിട്ടുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാതെ അവിടെ ഒരു ടോയ്ലറ്റൊക്കെ പണിതിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ടോയ്ലറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ബുദ്ധിമുട്ടുണ്ടാവും, വീട്ടിൽ ഈശ്വരാധീന കുറവുണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം വടക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് എങ്ങനെ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ വീടിൻ്റെ വടക്ക് കിഴക്ക്, ഇപ്പം ഓൾറെഡി വടക്ക് കിഴക്ക് ഭാഗത്ത് ഇപ്പം ചില വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടുത്തെ ടോയ്ലറ്റ് നമുക്ക് ഉപയോഗിച്ചേ പറ്റൂ. അവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് ഇടിച്ച് മാറ്റാതെ തന്നെ അവിടെ നമുക്കൊരു ഈ ചെടിയുണ്ടല്ലോ, ഈ പൂക്കൾ വരുന്ന ടൈപ്പ് ചെടി, അത് അധികം പൂക്കൾ നിൽക്കുന്നതല്ല, ഒരു 1-2 പൂക്കളൊക്കെ നിൽക്കുന്ന ഒരു ചെടി ആ ടോയ്ലറ്റിനകത്ത് വച്ച് കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് വരുന്ന ടോയ്ലറ്റിൻ്റെ ദോഷം ഫെങ്ഷുയി മുഖേന നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതായത് ഒത്തിരി പൂക്കളല്ല ആവശ്യം. അപ്പോൾ അങ്ങനെ ടോയ്ലറ്റ് വന്നിട്ട് 2 ചെടി, ഒരേപോലത്തെ 2 ചെടി വാങ്ങിച്ച് വയ്ക്കുക. ടോയ്ലറ്റിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് വാടിപ്പോവും. അപ്പോൾ നമുക്ക് ആ ചെടി എടുത്ത് ആഴ്ചയിലൊരിക്കൽ ചെടി ചേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ വടക്ക് കിഴക്ക് വന്നിട്ടുള്ള ടോയ്ലറ്റ് വന്നിട്ടുള്ള ആൾക്കാർക്ക് അവൻ്റെ ഒരു ദോഷത്തെ മാറ്റിയെടുക്കാൻ പറ്റും. മാത്രമല്ല ഈ കുട്ടികളുടെ കിടപ്പ് മുറിയൊക്കെ ആ ഭാഗത്തോട്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. വിദ്യാഭ്യാസം മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലൊരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം
ഏറ്റവും ബെറ്ററാണ്. ഇപ്പോൾ പറഞ്ഞു പൂജാമുറി വന്ന് വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും. ഇപ്പോൾ ചിലരിപ്പോൾ പറഞ്ഞില്ലേ വാസ്തു നോക്കിയല്ല പണിയുന്നവർ. അപ്പോൾ ആ കിഴക്ക് ഭാഗത്ത് വെക്കേണ്ട പൂജാമുറി സ്ഥാനം മാറിയാൽ അതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ സാധാരണ വീടുകൾ വയ്ക്കുമ്പോൾ ഇപ്പോഴുള്ള കുറേ ആൾക്കാർ, ഇപ്പോൾ ഞാൻ പല വീടുകളിലും ഞാൻ പൂജാമുറി വയ്ക്കുവാൻ അനുവദിക്കാറില്ല. കാരണം വെച്ചാൽ പൂജാമുറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്ഷേത്രമാണ്. വീട്ടിൽ അശുദ്ധി കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, എല്ലാ വീടുകളിലും സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ പൂജാമുറിയുടെ ആ ഭാഗത്തൂടെയൊക്കെ ആൾക്കാർ പോകുമ്പോഴും അല്ല അശുദ്ധിയായിട്ട് ആ ഭാഗത്തൂടെ പോകുമ്പോൾ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാകും. അതുകൊണ്ട് പൂജാമുറി കഴിയുന്നതും പല വീടുകളിൽ നിന്ന് അവോയ്ഡ് ചെയ്യാറുണ്ട്. എന്നാലും ഇപ്പം ബാംഗ്ലൂർ ബോംബെയിലൊക്കെ പോയിട്ട് ചെയ്യുന്നവർക്ക് എല്ലാ വീടുകളിലും അവർക്ക് പൂജാമുറി അത്യാവശ്യമാണ്. അവർക്ക് ഒരു എന്താ പറയുക, അവർക്ക് ബ്രെയിനിൽ ഫീഡ് ചെയ്തിട്ടുള്ളൊരു കാര്യം അതാണ്. അവരുടെ മനസ്സിൽ അവർ പൂജാമുറി ഇല്ല എങ്കിൽ ഈശ്വരൻ എന്നെ അനുഗ്രഹിക്കില്ല എന്നുള്ളൊരു തോന്നലൊക്കെ അവർക്കുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വടക്ക് ഇപ്പം നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് പൂജാമുറി സെറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഭാഗത്ത് നമുക്ക് വയ്ക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടോയ്ലറ്റോ അങ്ങനെ എന്തെങ്കിലുമാണ് ആ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഏത് റൂമിലാണോ പൂജാമുറി വയ്ക്കുന്നത് അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കാം. വരും എപ്പിസോഡിലൊക്കെ ഞാൻ ആ തെക്ക് പടിഞ്ഞാറിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാം. പക്ഷേ വടക്ക് കിഴക്ക് ഭാഗത്താണ് പൂജാമുറി ഏറ്റവും ബെറ്ററായിട്ട് വയ്ക്കാൻ പറ്റുന്നത്. കാരണം നമുക്ക് വടക്ക് കിഴക്കാകുമ്പോൾ വച്ചിട്ട് പടിഞ്ഞാറോട്ട് നോക്കി വയ്ക്കുമ്പോൾ നമ്മൾ രാവിലെ സൂര്യ ഉദയത്തിന് മുന്നേ പോയി വിളക്ക് കത്തിച്ചിട്ട് തൊഴുമ്പോഴൊക്കെ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞെന്നാണ് തൊഴാൻ പറ്റുക. അപ്പോൾ ആ ഉദയസൂര്യനിൽ നിന്ന് വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അൾട്രാവയലറ്റ് ആ രശ്മികൾക്ക് നമ്മുടെ ശരീരത്തിലൊക്കെ കിട്ടുമ്പോൾ അത്രത്തോളം നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമ്മൾക്ക് കിട്ടും. കാരണം പല ആൾക്കാർക്കും ഇപ്പം ഉറക്കം എണീക്കുന്നത് പോലും 8-9 മണിക്കാണ്. ഈ രാവിലെ അത് ഉദയസൂര്യൻ്റെ പ്രകാശം നമ്മുടെ ശരീരത്തിൽ ലഭിക്കണമെന്നാണ്. അതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ഒത്തിരി പോസിറ്റീവ് എഫക്റ്റ് നമുക്കുണ്ടാകും. കുട്ടികൾ പഠിക്കുമ്പോൾ തന്നെ സാധാരണ കുട്ടികളൊക്കെ രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഇരുന്നാണ് പഠിക്കാറുള്ളത്. പല വീടുകളിലും ഞാൻ പോകുമ്പോൾ ഞാൻ കുട്ടികളെ പറയാറുണ്ട്, നിങ്ങൾ വൈകുന്നേരം വന്ന് ഒരിക്കലും പഠിക്കരുതേ എന്ന് പറയുന്നത്. അവർക്ക് വളരെ ഹാപ്പിയാണ്. കാരണം എന്തെങ്കിലും ഹോംവർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്ത് വെച്ചതിന് ശേഷം TV കാണുകയോ അവരുടേതായ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് എന്തോണം ആയിക്കോട്ടെ. അവർ ഉറങ്ങിയതിന് ശേഷം അടുത്ത ദിവസം ഏർലി മോർണിംഗ് മീൻസ് ബ്രഹ്മ മുഹൂർത്തം എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ 3:30 മണിയാണ്. 3:30 മണിക്കൊന്നും എണീക്കണ്ട, 4-4:30 മണിക്കൊക്കെ എണീച്ചിട്ട് തലേ ദിവസം പഠിപ്പിച്ചിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ ഒരു പ്രാവശ്യം നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈഹാർട്ടാണ്. അത് ഏത് ഉറക്കത്തിൽ വിളിച്ചുണർത്തി ചോദിച്ചാലും അതിനെക്കുറിച്ച് പറഞ്ഞു തരുമെന്നാണ് ഇത്. പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അതിരാവിലെയാണ് എക്സാമിൻ്റെ എന്നൊക്കെ രാവിലെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത്. ആ രാവിലെ എണീച്ചിരുന്ന് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ പൂജാമുറി അവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ സൂര്യ ഉദയത്തിന് ശേഷം എണീക്കുന്ന ഒരാളും ഉദയത്തിന് മുന്നേ എണീക്കുന്ന ഒരാളുടെ ഓറ ലെവൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉദയത്തിന് മുന്നേ എണീക്കുന്ന ആളുടെ ഓറ ലെവൽ വളരെ പോസിറ്റീവായിരിക്കും, വളരെ ലെങ്തി ആയിരിക്കും, അത്രത്തോളം പവർഫുള്ളാണത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കിഴക്ക് ഈശാനകോണിൽ പൂജാമുറി സെറ്റ് ചെയ്ത് രാവിലെ ഉദയസൂര്യനെ നോക്കി തൊഴുന്നതൊക്കെ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് എഫക്റ്റാണ്. ഇപ്പോൾ കിച്ചണിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. സ്റ്റൗ കിഴക്ക് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജ് ചെയ്യാൻ പാടില്ല. ഇപ്പം ചിലർ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാലെന്നല്ല ഞാൻ പറഞ്ഞത്, വടക്ക് കിഴക്ക് ഭാഗത്ത് ശരിക്കും കിച്ചൺ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് അവിടെ വന്നിട്ടുള്ള വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ അറേഞ്ച് ചെയ്യുന്നിടത്ത് നോൺ വെജ് വയ്ക്കാൻ പാടില്ല എന്ന് പറയും. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ശിവൻ്റെ തട്ടാണ്, ഈശാന കോണാണ്, അവിടെ പോസിറ്റീവായിട്ടുള്ള എഫക്റ്റാണ് ആവശ്യം. അതുകൊണ്ടാണ് അത് വയ്ക്കാൻ പാടുള്ളത്. വച്ചു എന്ന് പറഞ്ഞിട്ട് തെറ്റൊന്നുമല്ല, അതങ്ങനെ ഒരു ശാസ്ത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്ത്യൻ വാസ്തു അനുസരിച്ച് അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ അഥവാ അങ്ങനെ ഉള്ള സ്ഥലത്ത് അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ആ കിച്ചണിനകത്ത് അങ്ങനെ വെച്ചതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും വരില്ല. കഴിയുന്നതും ആ കിച്ചണിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റൗ അല്പം കിഴക്കോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തെക്ക് കിഴക്ക് ഭാഗത്തോട്ടൊക്കെ ഒന്ന് നീക്കി വെച്ചതിന് ശേഷം നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു ദോഷത്തെ അങ്ങ് മറിക്കി കിട്ടും. കാരണം വടക്ക് കിഴക്ക് ഭാഗത്തുള്ള കിച്ചണാണെങ്കിൽ വടക്ക് കിഴക്ക് കോർണറിലായിരിക്കരുത് സ്റ്റൗ സെറ്റ് ചെയ്യേണ്ടത്. ആ കിച്ചൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിരിക്കണം. തെക്ക് കിഴക്ക് ഭാഗമാണ് അത് ഞാൻ പറഞ്ഞല്ലോ വരും എപ്പിസോഡിൽ ഓരോ ദിക്കിനെക്കുറിച്ചും പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. പക്ഷേ ഇപ്പം വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ വീട്ടിൽ കിച്ചൺ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ടെൻഷനൊന്നും വേണ്ട. ആ സ്റ്റൗ ഇപ്പോൾ എല്ലായിടത്തും ഗ്യാസൊക്കെയാണ്, ആ ഗ്യാസ് സ്റ്റൗ ആ കിച്ചൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തോടങ്ങ് നീക്കി വെച്ചാൽ മാത്രം മതി. ആ ഒരു ദോഷത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഓൾറെഡി വീട് ചെയ്ത് പോയി,
അതിലുള്ള ദോഷങ്ങൾ ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്ത് ദോഷത്തിനും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ പരിഹാരം ഫെങ്ഷുയിലുണ്ട്. കാരണം ഒരു രീതിയിലും ഇടിച്ചു നിരത്തോ കേടുപാടുകളോ ഒന്നും വരുത്താതെ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാനുള്ളത് ഫെങ്ഷുയിലുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് പറഞ്ഞു. കുട്ടികളുടെ പഠനത്തിനെ കൂടുതൽ എഫക്റ്റീവ് ചെയ്യാൻ പറ്റിയ ഫെങ്ഷുയി ബേസിക് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം ഈ ബേസിക് ഫെങ്ഷുയിയുടെ ടൂളുകളെക്കാൾ ഉപരി നമുക്ക് പഠിക്കുമ്പോൾ കോൺസെൻട്രേഷൻ, അതായത് ഒരു കുട്ടി നമ്മൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊക്കെ വായിക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ച് വടക്ക് കിഴക്ക് ഭാഗത്തിരുന്ന് പഠിക്കുന്നതായിരിക്കും ഏറ്റവും സുഖം. എന്തായിരുന്നാലും ആ പഠനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരും എപ്പിസോഡിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇത് വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് ഓടിച്ചൊന്നും കൂടെ പറഞ്ഞു തരാം. ആ ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ ഒരു ചെടിച്ചട്ടി, പൂക്കളുള്ള ഒരു ചെടിച്ചട്ടി എടുത്ത് ആ ടോയ്ലറ്റിനകത്ത് വയ്ക്കുക. ആ ദോഷത്തെ മാറിക്കിട്ടും. ഒരു പക്ഷേ കിച്ചൺ വന്നിട്ടുണ്ടെങ്കിൽ ആ ഇതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തോട്ട് സ്റ്റൗ നീക്കി വെച്ച് കഴിഞ്ഞാൽ ആ കിച്ചൻ്റെ ദോഷം മാറിക്കിട്ടും. കുട്ടികൾക്ക് പഠിക്കുവാൻ ആ സ്ഥലം ഉചിതമായിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ പഠിക്കുന്ന റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് ടേബിൾ സെറ്റ് ചെയ്തിടുക. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോട്ട് ചെയ്തിട്ട് വിളിക്കുക. വിശദമായിട്ട് പറഞ്ഞു തരാം. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും പറഞ്ഞു തരാം. നമസ്കാരം. ഫെങ്ഷുയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മറ്റൊരു എപ്പിസോഡ് വരയ്ക്കും കാത്തിരിക്കാം. നമസ്കാരം.